വ്യത്യസ്തമായ പേരുകളുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഇടുക്കിയിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇടുക്കി കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഇരട്ടയാർ. പേരുകൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും വ്യത്യസ്തമാണ് ഇരട്ടയാർ എന്ന ഗ്രാമം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും രണ്ട് ആറുകൾ ഒഴുകിയിരുന്നു. അത് സംഗമിച്ചിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ആ സംഗമ സ്ഥലത്തെ ഇരട്ടയാറെന്ന് ഈ നാട്ടുകാർ വിളിച്ചു. വലിയ തോവാള ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന ആറും തങ്കമണി, ശാന്തിഗ്രാം എന്നിവിടങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന രണ്ടാമത്തെ ആറും സംഗമിക്കുന്ന സ്ഥലമാണ് പിൽക്കാലത്ത് ഇരട്ടയാറായത്. ആറുകൾ ഒഴുകിയെത്തുന്ന സ്ഥലങ്ങളുടെ പേര് പോലും വ്യത്യസ്തമാണ്. ഇരട്ടയാർ അതിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് രണ്ട് ആറുകൾ കൂടിച്ചേരുന്ന ഒരു സംഗമ സ്ഥലമാണ് ഇരട്ടയാർ. തങ്കമണിയിൽ നിന്നും അതുപോലെ തന്നെ തോവാള ഉപ്പുകണ്ടം പ്രദേശത്ത് നിന്ന് രണ്ട് ആറുകൾ വന്ന് കൂടിച്ചേരുകയും ഇവിടുന്ന് വെള്ളം ഇവിടെ ഒരു തുരങ്കം വഴി 5 കിലോമീറ്ററുള്ള ഒറ്റപ്പാറയിലൂടെയുള്ള ഒരു തുരങ്കം വഴി അഞ്ചുരുളിയിൽ എത്തിച്ച് ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു ചരിത്രമാണ് ഇരട്ടയാർ എന്നുള്ളത്. ആദ്യകാല കുടിയേറ്റ കർഷക ഗ്രാമമാണ് ഇരട്ടയാർ. നാഗർകോവിൽ നിന്നുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കുടിൽ കെട്ടി താമസിച്ചിരുന്ന സ്ഥലം. രണ്ടാറുകളിലൂടെ ഒഴുകിയെത്തിയിരുന്ന വെള്ളം ഡാം കെട്ടി തടഞ്ഞതോടെ അവർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ഇരട്ടയാർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നൊരാറ് വരുന്നുണ്ട്, അപ്പുറത്തെ വശത്തു നിന്നൊരാറ് വരുന്നുണ്ട്. രണ്ടും കൂടെ സംഗമിക്കുന്നതാണ് ഇരട്ടയാർ. ഇരട്ടയാർ എന്ന് പറയുന്നത് സുഗന്ധ സാധനങ്ങളുടെ ഒരു മേഖലയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് എല്ലാവരും എല്ലാ സഹകരണവും മനോഭാവമുള്ള പാർട്ടികളാണ്. എല്ലാം കൊണ്ടും ഇരട്ടയാർ ഒരു സുഖവാസ കേന്ദ്രമാണ് കൂടെയാണ്. മഴക്കാലമൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയാണ് ഇടുക്കിയിലെ ചെറു ഡാമുകളൊക്കെ തുറന്നുവെന്ന്. ആ കൂട്ടത്തിൽ ആദ്യം തുറക്കുന്ന ഡാമാണ് കേട്ടോ നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഇരട്ടയാർ ഡാം. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, രണ്ടാറുകൾ ചേർന്നിട്ടുള്ള സ്ഥലത്ത് തടയണ കെട്ടി വെള്ളം ശേഖരിച്ചാണ് ഇടുക്കി ജലാശയത്തിലേക്ക് അഞ്ചുരുളി ടണൽ വഴി വെള്ളം കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഇരട്ടയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ടും ഈ ഇരട്ടയാർ എന്ന ഗ്രാമത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡാം കൊണ്ട് തന്നെയാണ്. മൂന്നാറുകൾ ചേരുന്ന മൂന്നാറിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അതുപോലെ മനോഹരമായ കാഴ്ചകളുള്ള അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് രണ്ടാറുകൾ ചേരുന്ന ഇരട്ടയാറും. തനി നാടൻ ഗ്രാമക്കാഴ്ചകൾ കൊണ്ട് സമ്പുഷ്ടമായ സ്ഥലം, അതാണ് ഇരട്ടയാർ. പേര് പോലെ തന്നെ വ്യത്യസ്തരാണ് ഇവിടുത്തെ ആളുകളും കാഴ്ചകളും എല്ലാം. ഇതുപോലെ പേരുകൾ കൊണ്ട് വ്യത്യസ്തമായ ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കിയിലുണ്ട്. ദേശവിശേഷവുമായി അവിടെ നിന്നും നമുക്ക് കാണാം. പ്രകാശിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.